ഒരമ്മയ്ക്ക് ഈ ഭൂമിയിൽ നടത്താവുന്ന ഏറ്റവും കാഠിന്യമുള്ള യാത്ര നടത്തിയവളാണ് മറിയം. 33 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ പിള്ളക്കച്ചയിൽ അവൾ പൊതിഞ്ഞു പിടിച്ചവളുടെ പൈതലിന്റെ ഉടല് ചാല് കീറിയതുപോലെ തകർക്കപ്പെട്ട് കുരിശിൽ കിടക്കുന്ന കാഴ്ച അവൾ കണ്ട് നിൽക്കുകയാണ്. അന്ന് ആദ്യ കരച്ചിൽ കേട്ട അമ്മ പുത്രന്റെ അവസാന വാക്കുകൾക്ക് കാതോർക്കുന്നു. സ്നേഹത്തിന് എത്ര ആഴമുണ്ടോ അത്ര ആഴമുണ്ടായിരിക്കും അതിനാൽ ഏൽക്കേണ്ടി വരുന്ന മുറിവുകൾക്കും. സുഹൃദേവം പോലെ അവളുടെ ചുണ്ടുകളിൽ ആ വാക്ക് വീണ്ടും വീണ്ടും വരുന്നുണ്ടാകും. കുരിശിന് ചുവട്ട് നിൽക്കുമ്പോൾ അവളോട് ചേർന്ന് നിന്ന് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കണം, ഫിയാത്ത് ഫിയാത്ത്, തിരുഹിതം നിറവേറപ്പെടട്ടെ. സ്നേഹം കുരിശിൻ്റെ കീഴെ നിൽക്കുന്നു. സ്നേഹം കുരിശിൻ്റെ ചാരത്ത് നിൽക്കുന്ന കാഴ്ച. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യം. കുരിശിൻ്റെ അരികെ മറിയം നിന്നു എന്നൊരു വാക്കുണ്ട്. ഷീ ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ ക്രോസ്. അവൾ ഓടിപ്പോയില്ല, അവള് കൊളാപ്സ്ഡ് ആയില്ല, അവൾ എതിർത്തില്ല, പ്രതിഷേധിച്ചില്ല, അവള് അവിടെ നിന്നു. Can you guess what strength is carried in that word? അവള് കുരിശിന്റെ ചുവട്ടിൽ നിന്നുവെന്ന വാക്ക് എന്തോരം ബലമാണ് ആ വാക്കിൻ്റെ ഉള്ളിൽ പേറുന്നതെന്ന് അറിയാമോ? വേറെയും ആൾക്കാർ അവിടെ നിന്നിരുന്നു, പക്ഷെ അവർ നിന്നതിന് കാരണം വേറെയായിരുന്നു. പടയാളികൾ അവിടെ നിന്നിരുന്നു, കാരണം അവരവിടെ ഒരു വിധി നടപ്പിലാക്കുകയായിരുന്നു. മറിയം നിന്നതിൻ്റെ കാരണം ലവ് refuses to leave. ഇട്ടിട്ട് പോകാൻ സ്നേഹം അനുവദിക്കുന്നില്ലായിരുന്നു. ലവ് remained faithful in suffering. സഹനത്തിലും വിശ്വസ്തയോടെ നിന്ന് അവളുടെ സ്നേഹത്തെ ധ്യാനിക്കുകയാണ് മറിയത്തെ വ്യാകുല മാതാവേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്.